ഇന്നേ നമുക്കിതുപോലത്തെ ഒരു ഓർഗനൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. an egg shaped organizer. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സൊക്കെ ഈസിയായി സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനായി നിങ്ങൾ ആദ്യം 2 കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കണം. നിങ്ങൾ ഏത് സൈസാണ് ഉദ്ദേശിക്കുന്നത് ആ സൈസിൻ്റെ എടുത്താലും മതി. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആ 2 കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തു. പിന്നെ ഇതായിരിക്കും നമ്മുടെ സ്റ്റോറേജ് ബോക്സായി വരുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബൾബിൻ്റെ ബോക്സാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ഹൈറ്റാണോ വേണ്ടത് ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഞാൻ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് സെല്ലോ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതി. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഷേപ്പ് ഞാനൊരു ഈ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ സർക്കിൾ വരച്ചു കൊടുത്ത് ആ പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു പോർഷൻ മാത്രം അങ്ങനെ എടുത്താൽ മതി. ബിക്കോസ് മറ്റേ പോർഷൻ നമ്മുടെ സ്റ്റോറേജ് ബോക്സിൻ്റെ താഴത്തെ പാർട്ടായിരിക്കും, ഇതായിരിക്കും മേളത്തെ പാർട്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബൾബിൻ്റെ പോർഷനാണ്. ഇങ്ങനെ ആയിരിക്കും ടോപ്പ് പോർഷൻ ഇരിക്കുന്നത്. സോ ഇതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഗനൈസറിൻ്റെ സൈഡ് പോർഷൻ നമ്മൾ കവർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എഗ് ഷേപ്ഡ് ആണല്ലോ, അപ്പോൾ അത് സർഫേസ് അത്രയും ഈവൻ അല്ല, കേർവ്സ് ഒക്കെ ഉണ്ട്. സോ ആ കേർവ്സിലൊക്കെ നല്ലപോലെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തത്. സോ ഇതിൻ്റെ താഴ്ഭാഗത്ത് നല്ലതുപോലെ ഫെവിക്കോൾ ഒട്ടിച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം കുറച്ചധികം സമയം ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചേക്കണം. ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഹെവി ഓബ്ജക്റ്റ് അതിൻ്റെ മേലെ വെച്ചാലും മതി, പെട്ടെന്ന് അങ്ങ് നിങ്ങൾക്ക് അത് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഞാൻ മാസ്കിംഗ് ടേപ്പ് എടുത്ത് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പം സൈഡ്സൊക്കെ അൺഈവനായി കട്ടായി പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് അത് ഇച്ചിരി ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ച് ഫുള്ളായി കവർ ചെയ്തു. പിന്നെ നേരത്തെ കട്ട് ചെയ്ത ചാർട്ട് പേപ്പർ എടുത്ത് ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഈസി പാർട്ടായിരിക്കുന്നു, ബട്ട് നോ, അത് അത്രയ്ക്കും ഈസി അല്ലായിരുന്നു. കാരണം നമ്മളെ കോർണേഴ്സൊക്കെ ആ ഷേപ്പ് അതുപോലെ തന്നെ കിട്ടണം. അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. അതോ ഞാനിനി ചെയ്ത മെത്തേഡ് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് അവസാനം ഞാൻ എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ നേരത്തെ നമ്മൾ ഒട്ടിച്ച് അങ്ങ് ഡ്രൈ ആവാൻ വെച്ച പാർട്ടില്ലേ, അതെടുത്ത് അതിൻ്റെ സൈഡ് മൊത്തം ഇങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ സൈഡ് കവർ ചെയ്ത് എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് അതിൽ കൊണ്ടാൽ അത് ചിലപ്പം ഹോൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈഡ് മൊത്തം കവർ ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ ചാർട്ട് പേപ്പർ ഒട്ടിച്ച് വെച്ച പാർട്ടില്ലേ, അതെടുത്ത് ഈ 2 പോർഷനും അങ്ങ് ജോയിൻ ചെയ്ത് വെക്കുക. ഇതുപോലെ കാണുന്നത് പോലെ നമ്മൾ ഫെവിക്കോൾ ഇട്ട് മാക്സിമം ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചാൽ അത് നിൽക്കും. പിന്നെ ഇച്ചിരി സമയമെടുക്കും ഡ്രൈ ആയിട്ടൊക്കെ വരാൻ. ഈ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ കയ്യിലുണ്ടായ 10 റുപ്പീസിൻ്റെ ആ കുട്ടി ഫെവിക്കോൾ ബോട്ടിലില്ലേ, അത് കംപ്ലീറ്റ്ലി തീർന്നു. അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യുമ്പം വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടാതെ സൂക്ഷിച്ച് ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആദ്യമൊക്കെ ഇത് ഒട്ടിക്കുമ്പം ഉറപ്പായും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ ഒരിക്കലും ഇത് വരില്ല. ഒട്ടിക്കും, പിന്നെയും അത് ഇളവും, എഗെയിൻ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്, അതങ്ങനെ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. ബട്ട് പോവെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാം കവർ ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്യുമ്പം മാക്സിമം പ്ലാസ്റ്റിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് ഡ്യൂറബിൾ അല്ലായിരിക്കും, പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും തട്ടി കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ സൈഡിലൊക്കെ വൈറ്റ് പേപ്പർ ഇട്ട് കവർ ചെയ്തു, മേളിലും താഴെയൊക്കെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ ഇട്ട് കവർ ചെയ്തു. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക്. പിന്നെ ഞാനൊരു ഒരു ഷേപ്പ് സ്ക്വയർ ഓർ മേ ബി ലെറ്റ്സ് സേ റെക്ടാങ്കുലർ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തു. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ അത് ഞാൻ ചെയ്തൊരു പൊട്ടത്തരായിരുന്നു. ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പേപ്പർ എടുത്ത് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അത്രയും കറക്റ്റ് മെഷർമെൻറ്റ് വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു. ബട്ട് ഞാൻ ഇങ്ങനെയോ വെച്ചു അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ആ എഗ് യോക്ക് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു സർക്കിൾ, അതായിരിക്കും ഇതിൻ്റെ ലിഡ് പോർഷനായി വരുന്നത്.
ആ കട്ട് ചെയ്ത പീസിൽ വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലിഡ് എക്സാക്ട്ലി ആ ഒരു ഓർഗനൈസറിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് ഇതുപോലെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ എന്തിനാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു സർക്കിളല്ലേ, അപ്പം ഈ കാർഡ്ബോർഡ് ഷീറ്റും ഇങ്ങനെ സർക്കിളായി ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പം നല്ലപോലെ ഫെവിക്കോളൊക്കെ തേച്ച് സർക്കിളിൻ്റെ കോർണറിൽ ഇച്ചിരി സ്പേസ് വിട്ട് വേണം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. സോ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രിക്കി പാർട്ടാണ്. ഇത് ഒട്ടിക്കൽ അത്രയ്ക്കും ഈസി അല്ല. ഇങ്ങനെ പിടിക്കണം, ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചൊരു ഭാഗം നമ്മളിങ്ങനെ പിടിക്കണം. പിന്നെ വളരെ പേഷ്യൻസോടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിച്ചിരി പേഷ്യൻസ് കുറവായതുകൊണ്ട് പെട്ടെന്നൊക്കെ ഒട്ടിച്ച് പെയിൻറ്റൊക്കെ അടിച്ച് തുടങ്ങിയായിരുന്നു. ബട്ട് അത് പിന്നെയും ഇളവി ഞാൻ പിന്നെ ഒന്നുകൂടെ ഒട്ടിച്ച് കുറേ സമയം ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷമാണ് ദേ ഇപ്പം ഈ കാണുന്നത് പോലെ ഒരു ഷേപ്പായി കിട്ടിയത്. നൗ ഹിയർ കംസ് ദ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, കളറിങ്. സോ ഞാൻ പറഞ്ഞതുപോലെ എനിക്കിച്ചിരി മടിയാണ് മിക്സിംഗ് ഒക്കെ ചെയ്യാൻ. ബട്ട് ഇതിൽ പെയിൻറ്റ് അടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് വൈറ്റ് പോർഷൻ പോലെ മിക്സ് ചെയ്ത് കളർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ലിഡിന് ഞാൻ യെല്ലോ കളർ അടിച്ചു കൊടുത്തു. നിങ്ങൾ കളർ അടിക്കുമ്പം എല്ലാ കോർണേഴ്സിലും അടിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പം ഇച്ചിരി ബോറാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ആദ്യം ജസ്റ്റ് ഒരു സിമ്പിൾ യെല്ലോ ലിഡ് മതിയെന്ന്. ബട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക്കായി ചെയ്യാൻ വേണ്ടി ആ എഗ് യോക്കിൽ റിഫ്ലക്ഷന് വേണ്ടി ഞാൻ സെയിം യെല്ലോ കളർ തന്നെ ഇച്ചിരി കൂടി വൈറ്റ് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ കളറാക്കി എടുത്തു. ബട്ട് ആദ്യമൊന്നും ആ മിക്സിങ് ശരിയായില്ല. പിന്നെയും വൈറ്റ് മിക്സ് ചെയ്തു. ആദ്യം ഇച്ചിരി യെല്ലോ കൂടിപ്പോയി, പിന്നെ വൈറ്റ് കുറച്ചധികം ഇട്ടു. അങ്ങനെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് അവസാനം ഒരു കളർ കിട്ടി. സോ ആ കളറാണ് ഞാൻ യെല്ലോ എഗ് യോക്കിൻ്റെ സെൻറ്ററിൽ വരച്ചു കൊടുത്തത്, ആ കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ ഫീൽ കിട്ടാൻ വേണ്ടി. സോ ദിസ് ഈസ് ഹൗ ഐ ഗോട്ട്. ബട്ട് ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ച ആ കളർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കൂടി വൈറ്റൊക്കെ മിക്സ് ചെയ്ത് അവസാനം ഞാൻ ഉദ്ദേശിച്ച കളർ അങ്ങ് എനിക്ക് കിട്ടി. എന്നിട്ട് ഞാനിങ്ങനെ ഫുൾ എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെയൊക്കെ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. എന്നിട്ട് പ്ലെയിൻ വൈറ്റ് എടുത്ത് റിഫ്ലക്ഷൻ ജസ്റ്റ് ഒരു ഡോട്ടും ലൈൻസൊക്കെ വരച്ച് റിഫ്ലക്ഷൻ കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഇതിൽ ഇട്ട് വെക്കാം, ഈസിയായി ഇട്ട് വെക്കാം. പിന്നെ ഈ ലിഡ് ആക്ച്വലി കുറച്ച് നല്ല സെക്യൂർഡായിരിക്കും, അത്രയ്ക്ക് ലൂസൊന്നും അല്ല, അത്രയ്ക്ക് നല്ല ഇത് ലൂസല്ല, നല്ല സെക്യൂറായി തന്നെ ഇരിക്കും. പിന്നെ ഇങ്ങനെ കാണാൻ ഇച്ചിരി ബോറായതുകൊണ്ട് ഞാൻ കണ്ണും മൂക്കും സ്മൈലൊക്കെ വരച്ച് ബ്ലഷൊക്കെ വരച്ച് ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു ഡേ മൊത്തം എടുത്തു. വീഡിയോയിൽ ജസ്റ്റ് 8 മിനിറ്റ്സ് ആണെങ്കിൽ പോലും. സോ എൻ്റെ എഫേർട്ടിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.